ഈശ്വര ശകുനാണല്ലോ. ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാൻ പോകുന്നത്. ഇപ്പം ഒരു വർഷത്തിന് ശേഷം എന്തുകൊണ്ടാണ് ഇടണമെന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയാമെന്നുള്ള സത്യമായിട്ടും. ഞാൻ റാൻഡംലി യൂട്യൂബ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാൻ നേരത്തെ ഞാൻ എൻ്റെ തന്നെ ചത്ത് കിടക്കുന്ന യൂട്യൂബ് ചാനൽ കാണാനിടയായി. അപ്പോൾ ഞാനിങ്ങനെ ഈശ്വര എനിക്കൊരു ചാനൽ ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോൾ 1 year ബാക്ക്. അപ്പോൾ ഐ വാസ് ലൈക്ക് ഓ ഷിറ്റ്, ഞാൻ അത്ര ആഗ്രഹിച്ചു തുടങ്ങിയൊരു ചാനലായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കോണ്ടൻറ് ക്രിയേഷൻ. കുഞ്ഞിലെ മുതലേ നമ്മൾ പഴയ ഫോണിലൊക്കെ ഈ കോണ്ടൻറ് ക്രിയേഷനൊക്കെ എന്താണെന്ന് പോലും അറിയാത്ത ടൈമിലുള്ള നമ്മുടെ കുറേ വീഡിയോസ് ഉണ്ട്. അപ്പം ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ തുടങ്ങിയ സംഭവം. പക്ഷേ ഏതോ ഒരു പോയിന്റ് എത്തിയപ്പോൾ ഐ വാസ് ലൈക്ക് നയിപ്പോയി. അത് ടൈമില്ലാത്തതുകൊണ്ടൊന്നുമല്ല, ഇഷ്ടം പോലെ ടൈം ഉണ്ടായിരുന്നു. വേണമെന്ന് വെച്ചിരുന്നെങ്കിൽ എനിക്ക് ഡെയിലി എന്തെങ്കിലുമൊക്കെ 2-3 വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കോണ്ടൻറ് ഇടായിരുന്നു. പക്ഷേ ഐ വാസ് ലൈക്ക് ഏതോ ഒരു പോയിന്റിൽ അതങ്ങ് സ്റ്റക്കായിപ്പോയി. എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല, കാരണം ഓൾമോസ്റ്റ് 1 year ആയി. അപ്പോൾ എനിക്കൊന്നു പ്രീവിയസ് ഓഗസ്റ്റിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്തതെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഓക്കെ, എനിവേയ്സ് പാസ്റ്റ് ഈസ് പാസ്റ്റ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ എൻ്റെ ഒരു ഐഡിയ ഉണ്ടല്ലോ, ഞാൻ എന്തുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് റീസൺ ഈസ് വെരി, അത് പറഞ്ഞ ആൾക്കാരെന്നെ മിക്കവാറും ചീത്ത പറയും. കാരണം എൻ്റെ യൂട്യൂബ് ചാനൽ എനിക്ക് ആരും കാണുന്ന ഇഷ്ടമല്ല, സത്യമായിട്ടും. എനിക്കത് എന്താണെന്ന് എനിക്കറിയില്ല, ഇഷ്ടമല്ല എന്നല്ല. യൂട്യൂബ് ചാനൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയുമല്ലോ, കീർത്തി ഞാൻ ഇന്നലെ വീഡിയോ കണ്ടായിരുന്നു, നല്ല വീഡിയോ ആയിരുന്നു കേട്ടോ, അത് ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മൈൻഡിൽ എന്തോ ഒരു സാധനം ഇങ്ങനെ ഫോം ആവും. അയ്യോ എൻ്റെ വീഡിയോ അവർ കണ്ടു ഭഗവാൻ ഈശ്വരോ, കാണണ്ടായിരുന്നു. സബ്സ്ക്രൈബേഴ്സ് ആയും പോയി. ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദ 200 സബ്സ്ക്രൈബേഴ്സ് ഐ ഹാവ്, അത് വേറെ കാര്യം. പക്ഷേ ഇതെന്തൊരു ഫീലിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്തോ ഞാനിത് ആൾക്കാരെ കാണിക്കാൻ തുടങ്ങിയൊരു ചാനലല്ല. പക്ഷേ സ്റ്റോറി ഇട്ടപ്പോഴാണെങ്കിലും ആ ഒരു എന്തൂസിയാസത്തിൽ എല്ലാവർക്കും ലിങ്കൊക്കെ അയച്ചു കൊടുക്കുമ്പോഴാണെങ്കിലും ഇപ്പം എന്നെ അറിയുന്ന എല്ലാ ആൾക്കാർക്കും അറിയാം എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഓരോ ആൾക്കാരിങ്ങനെ വന്നിട്ട് ആ പൊതിച്ചോറിൻ്റെ വീഡിയോ കണ്ടായിരുന്നു, ആ വീഡിയോ കണ്ടായിരുന്നു, ഈ വീഡിയോ കണ്ടായിരുന്നു, നല്ല വീഡിയോ ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഐ ജെനുവിൻലി നോ അവർ സന്തോഷത്തോടെ പറയുന്നതാണ്. പക്ഷേ എനിക്കിത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇങ്ങനെ ഈശ്വരോ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോ അവർ കണ്ടു, ആ ഒരു ഫീലിംഗാണ്. അതെന്ത് ഫീലിംഗാണെന്ന് എനിക്കറിയില്ല സത്യമായിട്ടും. ഐ സ്വെയർ എൻ്റെ ചെടികളാണേ സത്യം. ഞാൻ അതാണ് മെയിൻ റീസൺ ഞാൻ വീഡിയോ ഇടാണ്ടിരുന്നേ എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അന്നേരം എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഒരു സമാധാനത്തിന്, എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ അങ്ങനെ ഒരു മിനിറ്റ് അമ്മ വിളിക്കുന്നു. ഓക്കെ, അമ്മ ബിഗ് ബോസ് വെച്ച് കൊടുക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഓക്കെ, അപ്പം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ എൻ്റെ വീഡിയോസ് എല്ലാവരും അവർ കാണുന്നുണ്ടല്ലോ, ഞാൻ എടുത്ത വീഡിയോസൊക്കെ കാണുന്നുണ്ടല്ലോ, എൻ്റെ ഒരു കംഫർട്ട് സ്പേസ് പോലെയായിരുന്നു എനിക്ക് യൂട്യൂബ് തോന്നിയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. പിന്നെ എപ്പോഴോ ആദ്യത്തെ നെഗറ്റീവ് ഒന്നും എൻ്റെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നെഗറ്റീവ് പറയുമ്പോഴാണ് ഞാൻ വീഡിയോസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, അത് വേറെ കാര്യം. പക്ഷേ എനിക്ക് ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നി. ലൈക്ക് ഭയങ്കര ഈശ്വര ആൾക്കാരൊക്കെ വന്ന് കാണും. എന്ത് കോമഡി എന്നറിയോ, ആര് വീട്ടിൽ വന്നാലും എൻ്റെ അമ്മയാണെങ്കിൽ യൂട്യൂബ് അങ്ങ് തുറന്ന് കാണിച്ചു കൊടുക്കും. കീർത്തിയുടെ യൂട്യൂബ് ചാനലാണ്, ആകെ 200 സബ്സ്ക്രൈബേഴ്സ്. എന്നിട്ട് ഞാൻ പൊതിച്ചോറുണ്ടാക്കുന്ന സാധനവും അതും ഇതൊക്കെ കാണിക്കുമ്പോൾ ഐ ആം ഹാപ്പി, ഐ എം ജെനുവൻലി ഹാപ്പി. പക്ഷെ എനിക്ക് ഭയങ്കര ക്രിഞ്ച് ഫീലിംഗ് അടിക്കും. അപ്പോൾ ഞാനിങ്ങനെ അയ്യോ ക്രിഞ്ച് ആ ഒരു മൈൻഡ്. മേ ബി അതായിരിക്കാം. എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സ്പേസ്, എനിക്ക് തോന്നിയ കാര്യങ്ങൾ ചെയ്യുന്നു, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വലിയ കോണ്ടൻറ് ക്രിയേറ്റർ ആണെന്നുള്ളൊരു ഭാവത്തിൽ ആരും കാണാൻ പാടില്ല. അതാണ് എൻ്റെ പ്രശ്നം. പക്ഷെ നിങ്ങൾ കണ്ടോ, നിങ്ങളിപ്പോൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടോ, എനിക്കൊരു പ്രശ്നമില്ല. ഐ എം വെരി ഹാപ്പി, ഐ എം ജെനുവൻലി ഹാപ്പി. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ സബ്സ്ക്രൈബിങ് ടു ദിസ് കുട്ടി ചാനൽ. കാരണം കടലിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു കുഞ്ഞു മണ്ണാണ് എൻ്റെ യൂട്യൂബ് ചാനൽ എന്ന് എനിക്കറിയാം. പക്ഷേ ഞാനിത് എൻ്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന, എനിക്കൊന്നും ആ ഒരു ഫീലിങ്സ് ഏതൊരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു. ഐ വാസ് ലൈക്ക് കാരണം ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ എനിക്കെന്നെ ക്രിഞ്ചായിട്ട് തോന്നി. ഞാൻ മറ്റേ ക്യൂട്ട്നെസ് ഒക്കെ വാരി വെതറി പൊതിച്ചോരാണ് എന്നൊക്കെ പറഞ്ഞിടുമ്പോൾ ഐ വാസ് ലൈക്ക് ഓ മൈ ഗോഡ് വാട്ട് ഈസ് ദിസ്. ആ ഒരു പോയിന്റ് എനിക്ക് തോന്നി തുടങ്ങി. അപ്പം ഞാൻ പിന്നെ പയ്യെ സ്റ്റോപ്പ് ചെയ്തതാവാം, എനിക്കറിയില്ല. പക്ഷേ ടൈം ഇല്ല എന്നുള്ളൊരു റീസൺ ഞാൻ ഒരിക്കലും പറയില്ല. ബിക്കോസ് ഇഷ്ടമുള്ള ടൈം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഇൻട്രസ്റ്റ് അങ്ങ് പോയി, അങ്ങനെയായിരിക്കും. അപ്പോൾ ഇപ്പോൾ 1 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഇങ്ങനെ എൻ്റെ മൈൻഡിൽ കീർത്തി യൂട്യൂബ് ചാനൽ തുടങ്ങി. കാരണം ഞാൻ നോക്കിയപ്പോൾ എനിക്കാകെ 200 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. പക്ഷേ എനിക്ക് കുറേ വ്യൂസ് ഉണ്ട്, 1000 വ്യൂസ്, 500 വ്യൂസ് അതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ
ഷോ എന്താ ചെയ്യാനാണ്, ചുമ്മാ തുടങ്ങിയേക്കാം എന്നുള്ളൊരു മൈൻഡ് വീണ്ടും ഇങ്ങനെ വന്നു. ഇത് കാണുന്ന ആൾക്കാർ നാളെ ഇത് ഞാൻ ചിലപ്പോൾ പോസ്റ്റ് ചെയ്യും, ചിലപ്പോൾ പോസ്റ്റ് ചെയ്യില്ല. ഈവൻ ഇഫ് ഞാൻ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നാളെ നിങ്ങൾ എന്നെ കാണുമ്പോൾ ഹായ് കീർത്തി യൂട്യൂബ് വീണ്ടും തുടങ്ങിയല്ലേ, ഞാൻ കണ്ടായിരുന്നു വീഡിയോ എന്ന് പറയരുത് പ്ലീസ്, ഐ സ്വെയർ. ബിക്കോസ് അങ്ങനെ പറയുമ്പോൾ എൻ്റെ മൈൻഡിൽ വീണ്ടും ആ ക്രിഞ്ചേഷ് ഉണരും. അപ്പോൾ ആ ക്രിഞ്ചേഷ് ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഐ എം സോ സോറി. എനിക്കറിയില്ല, ദാറ്റ് ഫീലിംഗ് ഇസ് വെരി ലൈക്ക് ഇറ്റ്സ് വെരി ഹാർഡ് ടു എക്സ്പ്ലെയിൻ. പക്ഷേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട് തുടങ്ങിയൊരു ചാനലായതുകൊണ്ട് ഐ എം ലൈക്ക് ഓക്കെ, ഞാനിത് വീണ്ടും ഗെറ്റ് ബാക്ക് ചെയ്യാം എന്നുള്ളൊരു മൈൻഡിലോട്ട് എത്തിയതാണ്. സോ വെരി, ഞാൻ പറഞ്ഞു തന്നത് വേറെ നെഗറ്റീവായിട്ട് ദൈവത്തോർത്ത് എൻ്റെ 200 സബ്സ്ക്രൈബേഴ്സ് ആരും എടുത്ത് നാളെ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ യുവർ സപ്പോർട്ട്. എല്ലാ നല്ല കാര്യങ്ങളും എൻ്റെ അടുത്ത് പറഞ്ഞതൊക്കെ വെരി ഗ്രേറ്റ്ഫുൾ. പക്ഷേ ഞാൻ എൻ്റെ തന്നെ കോപ്രായം മേ ബി ഞാൻ ഈ വീഡിയോ വീണ്ടും കാണുമ്പോൾ ഞാനിങ്ങനെ കുറേ ഇങ്ങനെ ലൈക്ക് ഓ മൈ ഗോഡ് ദിസ് എക്സ്പ്രഷൻ ഇസ് വെരി ബോർ, അല്ലെങ്കിൽ ഇതിൻ്റെ കൈ ഇങ്ങനെ കാണിച്ചാൽ അല്ലെങ്കിൽ അത് ഇത് ഒക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യൂലായിരിക്കാം, മേ ഓർ മേ നോട്ട് ബി. പക്ഷേ ഇഫ് ഐ എം പോസ്റ്റിംഗ് ഇറ്റ് ഐ തിങ്ക് ഞാനിങ്ങനെ വീണ്ടും ആ ഒരു എന്താ പറയുക ഗെറ്റിംഗ് ഓൺ ട്രാക്ക് എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലോട്ട് പോകാനായിരിക്കണം, എനിക്കറിയില്ല. എനിവേസ് നല്ല ലൈറ്റിങ് കണ്ടു, ഞാൻ ഫോൺ എടുത്തു, പൊടി തട്ടി. ഞാൻ സത്യം പറയട്ടെ, എൻ്റെ ഈ നമ്മുടെ സ്റ്റാൻഡില്ലേ, ആ സ്റ്റാൻഡ് ഫുള്ള് മാറാലിയാണ്, കംപ്ലീറ്റ്ലി മാറാലിയാണ്, സത്യം അത് മൊത്തം മാറാലിയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ പൊടി തട്ടി എടുത്തു. ഐ എം ഫൈനലി ഹിയർ. എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെ കുറച്ച് കുട്ടി വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. എൻ്റെ മൈൻഡ് ഇപ്പോൾ ആ ഒരു പഴയ ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിലോട്ടൊക്കെ എത്തി. സോ ഓക്കെ, ഈ ഒരു വർഷം എൻ്റെ ലൈഫിൽ കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ വേറൊരു കാരണം ഞാൻ യൂട്യൂബ് തുടങ്ങിയെന്ന് വെച്ചാൽ എൻ്റെ ഫോണിൽ സ്പേസ് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ പൈസ കൊടുത്ത് സ്റ്റോറേജ് ആക്കുക ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും എൻ്റെ പഴയ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മെമ്മറീസ് ഭയങ്കരമായിട്ട് സൂക്ഷിക്കുന്ന ഒരാളാണ്. ഞാൻ ഇപ്പം എനിക്കൊരു 50 വർഷം വരെ ജീവിക്കുകയാണെങ്കിൽ എനിക്ക് ലുക്ക് ബാക്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നണം ലൈക്ക് എനിക്ക് മെമ്മറീസ് ഉണ്ടാവണം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ. അപ്പം ഇപ്പം ഞാൻ തോന്നുന്നു ഓക്കെ, കുറച്ചുകൂടെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്ത് എന്നെ തന്നെ ഹാപ്പി ആക്കാൻ എനിക്കൊരു 10 വർഷം കഴിയുമ്പോൾ കാണാനായിട്ട്. അപ്പം അങ്ങനെ ഓക്കെ, ഐ എം പ്ലാനിങ് ടു റീസ്റ്റാർട്ട്. എത്രത്തോളമൊക്കെ പോകുമെന്ന് എനിക്കറിയില്ല, ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയാൻ പാടില്ല, ബട്ട് സ്റ്റിൽ എനിവേസ്. അപ്പോൾ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു ദ 201 സബ്സ്ക്രൈബേഴ്സ്. ഒരാൾ എൻ്റെ വേറെ മറ്റേ ഒഫീഷ്യൽ മെയിൽ ഐ ഡി ആണെന്ന് തോന്നുന്നു. എനിവേസ്, so I'm very grateful to the all 200 subscribers I have in my YouTube channel. ലൈക്ക് ചെയ്ത എല്ലാ ആൾക്കാർക്കും, വീഡിയോ കണ്ട എല്ലാ ആൾക്കാർക്കും, കമൻറ്റ് ചെയ്ത എല്ലാ ആൾക്കാർക്കും എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ നന്ദി. അപ്പം ഞാൻ അടുത്ത എന്നെ കാണുമ്പോൾ ഇങ്ങനെ കീർത്തി കഴിഞ്ഞത് കണ്ടായിരുന്നു കേട്ടോ എന്ന് പറയരുത് പ്ലീസ്. നിങ്ങൾ കണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടോളൂ, ലൈക്ക് ചെയ്തോളൂ, കമൻറ്റ് ചെയ്തോളൂ. അല്ലെങ്കിൽ യൂട്യൂബിൽ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചോ വീഡിയോ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. നേരിട്ട് കണ്ടിട്ട് എനിക്ക് പറയുമ്പോൾ അയമ്പലേക്ക് ഓശുരോ എൻ്റെ എന്ത് ക്രിഞ്ച് വീഡിയോ എനിക്ക് അവർ കണ്ടെന്നുള്ള തോന്നൽ എനിക്ക് വീണ്ടും വരും. ഇനി വരെല്ലാം തോന്നുന്നു, പക്ഷെ എന്നാലും ഇതായിരുന്നു മെയിൻ റീസൺ ഐ തിങ്ക്. ദാറ്റ്സ് ഇറ്റ്. അപ്പം ഞാൻ ആക്ച്വലി നാളെ ഒരു പൊതിച്ചോറ്, ഞാനിപ്പോൾ വീട്ടിലാണ്, അപ്പം എനിക്ക് ഇഷ്ടം പോലെ ടൈമുണ്ട്. തിന്നുക ഉറങ്ങുക ഇത് തന്നെയാണ് എൻ്റെ റൊട്ടീൻ. സോ ഐ എം പ്ലാനിങ് ടു ഡു അനദർ പൊതിച്ചോറ് വീഡിയോ. സക്സസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ നമ്മളോട് കുറേ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, എനിക്ക് ഈ കറി വേണം, ആ കറി വേണം, എനിക്ക് ഈ മീൻ വറുത്തത് വേണം എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നാളെ ഭയങ്കര മഴ ഇവിടെ, അപ്പം മീനൊക്കെ കിട്ടുമോ എന്ന് എനിക്കറിയില്ല, ഭയങ്കര ഡൗട്ടാണ്. ബട്ട് സ്റ്റിൽ എന്തെങ്കിലുമൊക്കെ ഒരു മെയിൻലി പൊതിച്ചോറ് വീഡിയോ ആയിരിക്കും ഞാൻ വരുന്നത്. കാരണം എനിക്കിഷ്ടമല്ല ഇങ്ങനെ വാട്ട്സ് ഇൻ മൈ ബാഗ് അല്ലെങ്കിൽ വാട്ട്സ് ഇൻ മൈ റൂം റൊട്ടി, അതൊക്കെ എന്ത് വീഡിയോസ്, എനിക്കതൊന്നും ഇഷ്ടമല്ല. ഐ ജെനുവൻലി വോണ്ട് ടു ടോക്ക് ടു പീപ്പിൾ. ലൈക്ക് കാണുന്ന എത്ര ആൾക്കാരുണ്ടെങ്കിൽ പോലും എനിക്ക് സംസാരിച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഐ ഹാവ് ലോട്ട് ഓഫ് തോട്ട്സ് ഗോയിങ് ഓൺ ഇൻ മൈ മൈൻഡ് ആൻഡ് ഇൻ മൈ ഹാർട്ട്. സോ അതൊന്ന് എക്സ്പ്രസ് ചെയ്യാനൊരു പ്ലാറ്റ്ഫോം, ദാറ്റ്സ് ഫോർ മീ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വാട്ട്സ് ഇൻ മൈ ബാഗ് ഒന്നും എനിക്കിഷ്ടമില്ല. ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, പക്ഷേ എനിക്കത് ചെയ്യുന്നൊട്ടും ഇഷ്ടമല്ല. അപ്പോൾ മെയിൻലി പൊതിച്ചോറ് വീഡിയോ ആയിട്ടായിരിക്കും ഞാൻ ചിലപ്പോൾ നാളെ വീണ്ടും വരാൻ പോകുന്നത്. എൻ്റെ പൊതിച്ചോറിന് ഭയങ്കര ഫാൻസ് ആയിരുന്നു ബൈ ദ വേ. പൊതിച്ചോറ് വീഡിയോ കിട്ടും. അയ്യോ, അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊതിച്ചോറ്. അപ്പം രാവിലെ എണീക്കുവാണെങ്കിൽ പ്ലാനിങ് ടു ഡു എ പൊതിച്ചോറ് റൊട്ടീനല്ലല്ലോ, പൊതിച്ചോറ് വ്ളോഗ്. ദാറ്റ്സ് ഓൾ. സോ see you at my next video എന്നെനിക്ക് പറയാൻ നല്ല ആഗ്രഹമുണ്ട്.
യാ സോ യെസ്, നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം.